അളിയെ ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ പറയുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ട് ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ചാടാൻ പറ്റത്തൊന്നുമില്ല. നോക്കട്ടെ. എങ്ങോട്ട് പോകുന്നത്? ഞാൻ വെറുതെ ഇങ്ങനെ. അല്ല നിങ്ങൾ ഇതെവിടെ? ഞാൻ കടയിൽ പോയിട്ട് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ സുരഭിയെ കണ്ട്. അല്ല സുരഭി എന്തുവിടെ വന്നത്? ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ആരെ? പ്രതീക്ഷിച്ചിരിക്കുന്നു. അല്ല കുഞ്ഞ് എവിടെ പോവാന്ന് പറഞ്ഞത്? എനിക്ക് ഒരു സ്ഥലത്ത് എത്തണം. ഞാൻ അവിടെ എത്തും. എന്താ? എത്തില്ല. എത്തണമല്ലോ. അതിനുള്ള വെള്ളം വാങ്ങി വെച്ചേരാ. ഏത് വെള്ളം? അടുപ്പിലിരിക്കണ വെള്ളം. അതിന് അടുപ്പിൽ വെള്ളം വെച്ചിട്ടില്ലായിരുന്നല്ലേ? ഒന്ന് പോയി നോക്ക്. അയ്യോ അടുപ്പിലാര് വെള്ളം വെച്ചത്? എവിടെ പോണ? എനിക്ക് എത്തേണ്ടടുത്ത് ഞാൻ എത്തും. എന്താ? എത്തൂല. ഞാൻ പോവും. പോവൂല. ഞാൻ വിടൂല. പിന്നെ ഒന്ന് കാണണമല്ലോ. പിന്നെ ഞാൻ അമ്മയടുത്ത് പറയും. പിന്നെ അമ്മയടുത്തോ? ഞാൻ പേടിക്കണേ. ആണോ? അമ്മ ഇവിടുന്ന് എവിടെയെങ്കിലും പോവെങ്കി അണ്ണൻ വീട്ടിൽ പോ. ശരി തരാം. മോനെ ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് മാനേജർ ആളൊരു മിടുക്കന. വെറുതെ കൊണ്ടല്ലേ നമ്മുടെ പുതിയ പ്രൊഡക്ട്സിനൊക്കെ നല്ല മൂവ്മെന്റ് ഉണ്ട് ഇപ്പോഴും. പുള്ളിക്കാരൻ നമ്മുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളായിട്ടൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് സെറ്റ് ചെയ്യുന്നുണ്ടമ്മ. അതിന് നീ കിടന്നോടല്ലേ പൊന്നു ദൈവമേ, നീ അവിടെ അടങ്ങിയിരിക്കുക. അതൊക്കെ പ്രശോഭ നോക്കിക്കോളും. പ്രത്യേകിച്ച് നീ ഒരാഴ്ച വാഹനം എടുത്ത് തെക്കോട്ടും വടക്കോട്ടും പോവരുത്. നിന്റെ ബാലഫലം ഏതാണ്ട് കുഴപ്പമുണ്ടെന്നൊക്കെയാ സുരഭി പറഞ്ഞ എന്നോട്. വാഹനം ഉപയോഗിക്കേണ്ടത്. അതേന്നെ അമ്മ. കണ്ട പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ അപകടം ഉണ്ടാവും പറഞ്ഞത്. അയ്യോ ഈശ്വര. അയ്യോ അമ്മ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചായിരുന്നു. വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. മരുന്ന് തന്നിട്ടുണ്ട്. എന്റെ മോളിഞ്ഞ വാ. എന്തുവാ മക്കളെ വയറ് വേദന എടുക്കുന്നോ? എന്തെങ്കിലും കഴിച്ചോ എന്റെ മോൾ? അവിടെ കാണും. ഒന്നും കഴിച്ചില്ല അച്ഛമ്മ. ആരുടെ ഒന്നും വാങ്ങിച്ച് കഴിച്ചൊന്നും ഇല്ലല്ലോ. ഡോക്ടർ പറഞ്ഞത് ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്നാണ്. ഗുളികയൊക്കെ തന്നിരിക്കുന്നത്. ഇനി വയറുപെരുക്കം മാറണമെന്നുണ്ടെങ്കിൽ ലൂസ് മോഷനുള്ള ഗുളികയും തന്നിട്ടുണ്ട്. അയ്യോ ആരയില്ല മക്കളെ കേട്ടോ. ഗുളികയൊക്കെ തിന്ന് നല്ല പോലെ ഒന്ന് റെസ്റ്റ് എടുത്താട്ടെ. ശരിയായിക്കോളാം. ഞാൻ കൊണ്ട് കിടത്തട്ടെ. ചെല്ല്. ചെറിയ കാര്യം മതി, ആളങ്ങ് വാടിപ്പോയി അവള്. എന്ത് പോയി റെസ്റ്റ് എടുത്തോ? അതെ, വാഹനം ഓടിക്കണ്ടെന്നാ ഭാര്യയുടെ ഉത്തരവ് കേട്ടോ. എടാ ചുമ്മാതല്ല, ചിരിക്കാൻ പറഞ്ഞല്ല. ഇതില് കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ എഴുതുന്നത്. ആഹാ നീ കളിയാക്കാതെ. എന്നെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടല്ലേ അണ്ണന്? ഞാൻ എന്തിനോടോ തന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു? മിഥുൻ തിരിച്ച് ഗോവയ്ക്ക് എത്തി. മാത്രമല്ല നീനെ അങ്ങനെ ആ വീട്ടിൽ നിന്ന് പോയി പിക്ക് ചെയ്യാനൊന്നും അത്ര എളുപ്പമായിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. സത്യമാണ് പറയുന്നത്. എന്ന് ഞാൻ വിശ്വസിക്കില്ല. സുരഭിക്ക് എന്റെ അടുത്ത് സ്നേഹമുണ്ട്, മാത്രം വിശ്വസിച്ച. സ്നേഹമുണ്ട്, പക്ഷെ വിശ്വാസമില്ല. എനിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം. സുരഭി എന്താ പറ്റി? ഒന്നുമില്ല. എടോ ഇച്ചിരി വെള്ളം കുടിക്കേ. വേണ്ട. ഗുളികയൊക്കെ തന്നിരിക്കുന്നത്. ഇനി വയറുപെരുക്കം മാറണമെന്നുണ്ടെങ്കിൽ ലൂസ് മോഷനുള്ള ഗുളികയും തന്നിട്ടുണ്ട്.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.